نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. ഇസ്ലാമിക ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാതാവ് മുഫസ്സിറുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ ഈ ഐഹിക ജീവിതത്തെ വിശേഷിപ്പിച്ചു പറഞ്ഞു, ഇന്നല്ലാഹ തആല ജഅലദ്ദുനിയ സലാസത അജ്സാഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ 3 ഭാഗമാക്കിയിട്ടുണ്ട്. ഒന്ന് ലിൽ മുഅ്മിൻ, ഒരു ഭാഗം സത്യവിശ്വാസിക്ക് വേണ്ടിയാണ്. വജുസുഉൻ ലിൽ മുനാഫിഖ്, മറ്റൊരു ഭാഗം കപടവിശ്വാസിക്കാണ്. വജുസുഉൻ ലിൽ കാഫിർ, മറ്റൊരു ഭാഗം അവിശ്വാസികൾക്കാണ്. ശേഷം ഈ 3 വിഭാഗവും ഈ ഐഹിക ജീവിതത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി. ഫൽ മുഅ്മിൻ യതസവ്വജ്, സത്യവിശ്വാസിക്ക് ലഭിച്ച ദുനിയാവിൻ്റെ ഭാഗത്തു വെച്ച് പരലോക വിഭവങ്ങൾ അവൻ കണ്ടെത്തും, പരലോകത്തിനാവശ്യമായ പാഥേയമൊരുക്കും. വൽ മുനാഫിഖ് യതസയ്യൻ, കപടവിശ്വാസി കപടഭക്തിയിലും ജാടകളിലുമായി കഴിഞ്ഞ് കൂടും. വൽ കാഫിറു യതമത്ത, ഒരു സത്യനിഷേധി ലക്ഷ്യം മറന്ന് ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കും. കപടഭക്തിയിലും ജാടകളിലുമായി ജീവിച്ച് അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമാകുന്നവരാണ് കപടവിശ്വാസികൾ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അത്തരക്കാരോടുള്ള കോപം അറിയിക്കുന്ന ഒട്ടേറെ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും, കപടവിശ്വാസികൾ അള്ളാഹുവിനെ ചതിക്കുന്നു, യഥാർത്ഥത്തിൽ അവർ അവരെയാണ് ചതിക്കുന്നത്. വഇദാ ഖാമു ഇലസ്വലാത്തി ഖാമു കുസാല, അവർ നമസ്കാരത്തിന് നിന്നാൽ അലസന്മാരായിട്ടാണ് നിൽക്കുക. യുറാഊനന്നാസ്, ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് നിർവഹിക്കുക. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, ജീവിതത്തിൽ അള്ളാഹുവിന് അല്പം മാത്രമേ അവർ സ്മരിക്കുകയുള്ളൂ. മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹാ ഉലാഇ വലാ ഇലാഹാ ഉലാഇ, ഒരു ശരിയായ സ്റ്റാൻഡിൽ നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞുകൊണ്ടാണ് അവരുടെ ജീവിതം. വമൻ യുളിലില്ലാഹു ഫലൻ തജിദ ലഹു സബീല, അള്ളാഹു ആരെയെങ്കിലും വഴികേടിലാക്കിയാൽ അവർക്ക് പിന്നെ ഒരു നേർമാർഗം സാധ്യമല്ല എന്നാണ്. കാപട്യത്തിൻ്റെ അടയാളങ്ങളായി
വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവയിൽ നിന്ന് പൂർണ്ണമായും അകന്ന് ജീവിക്കാൻ നമുക്ക് കഴിയണം. ഹുദൈഫ റളിയല്ലാഹു അൻഹു സ്വാഹിബു സിർറു റസൂലില്ല എന്നറിയപ്പെട്ട സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. ഹുദൈഫയോട് റസൂലുള്ളാഹി ഒരിക്കൽ മദീനയിലെ 70ഓളം വരുന്ന കപടവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. ഇതെങ്ങനെയോ അറിഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, ഹൽ സമ്മാനി ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മുനാഫിഖീൻ. അള്ളാഹുവിൻ്റെ റസൂൽ കപടവിശ്വാസികളുടെ ഒരു ലിസ്റ്റ് താങ്കൾക്ക് തന്നിട്ടുണ്ടല്ലോ, അതിൽ ഈ ഉമർ ഉണ്ടോ എന്ന്. അത്രമാത്രം നിഫാഖ് ജീവിതത്തിൽ വരുന്നതിനെ നമ്മുടെ മുൻഗാമികൾ വെറുത്തിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കപടവിശ്വാസം വരുന്നത് നാം സൂക്ഷിക്കണം. ഐഹിക ജീവിതത്തിലെ ഒരു സത്യനിഷേധിയുടെ ജീവിതത്തെക്കുറിച്ചാണ് അബ്ദുല്ലാഹിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വൽ കാഫിർ യതമത്ത. സത്യനിഷേധി ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്ന് സുഖിച്ചുകൊണ്ടിരിക്കും. ഇക്കാര്യം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വല്ലദീന കഫറു യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വൽ ലഹും. സത്യനിഷേധികളാണ് ലക്ഷ്യം മറന്ന് സുഖിക്കുക. കന്നുകാലികളെപ്പോലെ തിന്നും കുടിച്ചും അവർ കഴിഞ്ഞുകൊള്ളും. അവരുടെ അഭയ കേന്ദ്രമാണ് നരകം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. കപടവിശ്വാസികളും അവിശ്വാസികളും ഈ ദുനിയാവിലെ ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ. അവർ ഐഹിക ജീവിതത്തിൻ്റെ പ്രകടമായ കാര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. അവർ പരലോകത്തെക്കുറിച്ച് തീർത്തും അശ്രദ്ധരാണ്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തി ദുനിയ വതുമഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. നമ്മെ കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയില്ലാത്തവർ, ഐഹിക ജീവിതത്തെ മാത്രം തൃപ്തിപ്പെട്ടവർ, അതിൽ സമാധാനം കണ്ടെത്തിയവർ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അശ്രദ്ധയിലാണ് അവരുടെ ജീവിതം എന്ന് ഓർമ്മപ്പെടുത്തി. ശേഷം അല്ലാഹു സത്യവിശ്വാസികളോട് പറഞ്ഞു, ഫഅഅരിൽ അമ്മൻ തവല്ല അൻ ദിക്രിനാ വലം യുരിദ് ഇല്ലൽ ഹയാത്തദ് ദുനിയ ദാലിക മബ്ലൗഹും മിനൽ ഇൽം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ ജീവിക്കുന്നതിൽ നിന്ന്, ദുനിയാവ് മാത്രം ലക്ഷ്യമായി ആ ദുനിയാവിലെ അറിവ് മാത്രം നേടി ജീവിക്കുന്നവരിൽ നിന്ന് നീ അകലണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ കാണും, അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. അല്ലാഹുവേ, ഈ ഐഹിക ജീവിതം ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യമായി മാറരുത്. ഈ ഐഹിക ജീവിതത്തിലെ കേവലം അറിവുകൾ മാത്രം ഞങ്ങളുടെ അറിവിൻ്റെ ആകത്തുകയാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് കാണും. ഇത് തിരിച്ചറിയുന്നവനാണ് സത്യവിശ്വാസി. അതുകൊണ്ടാണ് സത്യവിശ്വാസിയെക്കുറിച്ച് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫൽ മുഅ്മിൻ യതസവ്വദ്. സത്യവിശ്വാസിക്ക് ഈ ഭൂമുഖത്തിൽ എത്ര കാലമാണ് അവൻ്റെ ജീവിതം അവന് ലഭിച്ചത്, കുറഞ്ഞതാവട്ടെ ഏറ്റവും ദീർഘമായ ആയുഷ്കാലം ലഭിച്ചതാവട്ടെ, അവൻ പരലോക വിഭവങ്ങൾ കണ്ടെത്തിക്കൊണ്ടാണ് അവൻ്റെ ജീവിതം. വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ ആവശ്യമായ വിഭവങ്ങളൊക്കെ ഒരുക്കുക. നിങ്ങൾ ഒരുക്കുന്ന വിഭവങ്ങളിൽ തഖ്വയാണ് ഏറ്റവും പ്രധാനം. വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ബുദ്ധിമാന്മാരെ, അതുകൊണ്ട് നിങ്ങൾ എന്നെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് അള്ളാഹു ഉണർത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതം പരലോകബന്ധിതമാണ് എന്ന് നാം മനസ്സിലാക്കണം. ജീവിതത്തിൽ എത്ര ശക്തമായ തീഷ്ണമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും, അതല്ല കൊട്ടാര സമാനമായ സമ്പൽ സമൃദ്ധിയുള്ള ജീവിത സുഖങ്ങൾ നേടി ജീവിക്കുന്നവരായി സത്യവിശ്വാസി മാറിയാലും പരലോകം മറക്കുകയില്ല സത്യവിശ്വാസി എന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രോഗിയെ സന്ദർശിക്കുകയാണ്. ഹദീസിൽ കാണും, ഖദ് ജുഹിദ ഹത്താ സോറ മിസലൽ ഫർഖ്. ആ രോഗിയായ സ്വഹാബി രോഗം വന്ന് പരീക്ഷിക്കപ്പെട്ട് ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ ചുണുങ്ങി ആകെ ചുക്കിച്ചുളിഞ്ഞ് മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. അത്ര പ്രയാസപ്പെട്ട ഒരു രോഗിയെ സന്ദർശിക്കുകയാണ്.
റസൂലുള്ള അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ കുൻത ദഅൗതല്ലാഹ ബിശൈഇൻ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കാൻ. ആ സ്വഹാബി പറഞ്ഞു, നഅം കുൻതു അഖൂൽ, ഞാൻ ഇങ്ങനെയാണ് റസൂലെ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയ. അദ്ദേഹം ആ രോഗം കഠിനമായ വേദന കൊണ്ട് പുളകുന്ന ആ പരീക്ഷണ ഘട്ടത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കാൻ. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ, നീ എങ്ങാനും പരലോകത്ത് വെച്ച് എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ആ ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് നീ എനിക്ക് തന്നോ എന്നാണ് പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. ലാ തുതീഖുഹു വലാ തസ്തതിഉഹു, താങ്കൾക്ക് അള്ളാന്റെ ശിക്ഷ ഈ ദുനിയാവിൽ വന്നിറങ്ങുകയാണെങ്കിൽ അതുപോലും സഹിക്കാൻ താങ്ങാൻ താങ്കൾക്ക് കഴിയില്ല. എന്നിട്ട് റസൂലുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ഫഹല്ല ഖുൽത, താങ്കൾക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരെ, അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നമ്മളൊക്കെ വർദ്ധിപ്പിക്കേണ്ട പ്രാർത്ഥന. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറു ദുആ എന്നാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന. കാരണം എന്താ? ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ ഖൈറും നേടിത്തരാൻ ഈ പ്രാർത്ഥന മതി, കൂടുതലൊന്നും പ്രാർത്ഥിക്കണ്ട. ഈ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ഇഹലോകത്തെ നന്മകളും പരലോകത്തെ നന്മകളും നമുക്ക് ലഭിക്കും. ആ രോഗിയോട് താങ്കൾ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ പ്രാർത്ഥിച്ചോ എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ രോഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് മുക്തി നേടി ശമനം ലഭിച്ചു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഇവിടെ എന്താ മനസ്സിലായത്? എത്ര തീഷ്ണമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും പരലോകത്തെ മറക്കാത്ത ജീവിതമാണ് സത്യവിശ്വാസിയുടേത്. അതുകൊണ്ടാണ് ആ സ്വഹാബി, അല്ലാഹുവേ, നീ എന്നെ പരലോകത്ത് ശിക്ഷിക്കുകയാണെങ്കിൽ ആ ശിക്ഷ ഇഹലോകത്ത് വെച്ച് എനിക്ക് തന്നാൽ മതി, ഞാനത് സഹിച്ചോളാം, എന്നാലും പരലോക ശിക്ഷ എനിക്ക് വേണ്ട. റസൂലുള്ളാഹി പറഞ്ഞത്, അള്ളാന്റെ ശിക്ഷ ഇവിടെ വന്നാലും പരലോകത്ത് വന്നാലും താങ്ങാൻ കഴിയാത്തതാണ്. ഇതേപോലെയാണ് അപസ്മാരമെന്ന രോഗമുണ്ടായിരുന്ന ഒരു സ്വഹാബി വനിത, സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജീവിച്ച ഒരു സ്വഹാബി വനിത റസൂലുള്ളാഹിന്റെ അടുക്കൽ വരികയാണ്. റസൂലെ, ഞാനൊരു അപസ്മാര രോഗിയാണ്, എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇൻ കുൻതി സബർതി ഫലകിൽ ജന്ന, ഈ രോഗം കാരണം നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. വഇൻ ശിഅതി ദഅവതുല്ലാ, അതല്ല നിനക്ക് വേണ്ടി ഞാൻ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണോ, ഞാൻ പ്രാർത്ഥിക്കാം. ആ സ്വഹാബി വനിത തെരഞ്ഞെടുത്തത്, റസൂലെ അസ്ബിർ, ഈ രോഗം കാരണം ഞാൻ ക്ഷമിക്കാം, എനിക്ക് സ്വർഗമുണ്ടല്ലോ. അതിന്റെ കൂടെ ആ സ്വഹാബി വനിത പറഞ്ഞു റസൂലുള്ളാഹിയോട്, യാ റസൂലല്ലാ, ഇന്നി അതകശഫു ഫദ്ഉല്ലാഹ ലി അല്ലാ അതകശഫ്, അപസ്മാര രോഗമുണ്ടായി ഞാൻ വീണ് കിടക്കുമ്പോൾ എൻ്റെ ശരീരത്തിലെ ഔറത്തുകൾ, കാണാൻ പാടില്ലാത്ത ശരീരഭാഗങ്ങൾ പലരും കാണാനിടവരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത്തരം വേളയിൽ എൻ്റെ ഔറത്ത് വെളിവാകരുത്, അതിനുവേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബി വനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നോക്കൂ നിങ്ങൾ, അപസ്മാരമിളകി അബോധാവസ്ഥയിൽ കഴിയുന്ന നേരത്ത് പോലും ഒരു സ്ത്രീ എന്ന നിലക്ക് എൻ്റെ ഔറത്തിന്റെ ഭാഗങ്ങൾ മറ്റൊരാൾ കാണാൻ ഇടവരരുത് എന്ന ആ ബോധ്യം എന്തുകൊണ്ടുണ്ടായി? പരലോകം ജീവിതത്തെ പരലോകത്തെ ജീവിതവുമായി ബന്ധിപ്പിച്ചതുകൊണ്ടാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. കൊട്ടാര സമാനമായ ജീവിതം കിട്ടുമായിരുന്നു ഫിർഔനിന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹക്ക്. പക്ഷേ ഫിർഔന്റെ കൂടെ നിന്നാൽ ഒരു പക്ഷെ ഇവിടെ സുഖിക്കാം, പക്ഷെ പരലോകം എനിക്ക് നഷ്ടമാകും. അതുകൊണ്ടാണല്ലോ ആസിയ എന്ന ആ മഹൽ വ്യക്തിത്വത്തെ ലോകത്തുള്ള ആണും പെണ്ണുമായ സത്യവിശ്വാസികൾക്ക് അള്ളാഹ് ഉദാഹരണമായി വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ചു. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ഇതാ സത്യവിശ്വാസികൾക്ക് മാതൃകയായി ഫിർഔനിന്റെ ഭാര്യയെ അള്ളാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇത് ഖാലത്ത്, അവൾ പ്രാർത്ഥിച്ചു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. റബ്ബേ, ഫിർഔനിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അതുപോലുള്ള അക്രമികളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം. എനിക്ക് നിന്റെ പരലോകത്താണ് ഒരു കൊട്ടാരം വേണ്ടത്, ഒരു വീട് സ്വർഗത്തിൽ വേണ്ടത്. സഹോദരന്മാരെ, ഈ ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. സ്വഹീഹുൽ ബുഖാരി എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരി കിതാബു റിഖാഖ്, മനുഷ്യ മനസ്സിനെ ലോലമാക്കുന്ന അധ്യായം എന്നൊരു അധ്യായം നൽകിയിട്ട് അതിൽ ചില ഹദീസുകളും
ചില സ്വഹാബികളുടെ ഇബാറത്തുകളും കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം കൊടുത്തത് അലി റളിയല്ലാഹുവിന് പറഞ്ഞൊരു ഇബാറത്താണ്. അദ്ദേഹം പറയുമായിരുന്നു, വ ഇന്ന ദുനിയ ഖദ് ഇർതഹലത് മുദ്ബിറ വ ഇന്നൽ ആഖിറ മുഖ്ബില. ഇതാ ദുനിയാവ് ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ച് പരലോകം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലിൻ വാഹിദിൻ മിൻഹുമാ ബനൂൻ. എല്ലാറ്റിനുമുണ്ട് മക്കൾ. ദുനിയാവിനുണ്ട് ആളുകൾ, പരലോകത്തിനുമുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ. നിങ്ങൾ പരലോകത്തിന്റെ ആളുകളാകണം. വല തകൂനു മിൻ അബ്നാഇദ് ദുനിയ. നിങ്ങൾ ദുനിയാവിന്റെ ആളുകളായി മാറരുത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്. ഇന്ന് കർമ്മങ്ങളുടെ സമയമാണ്, ഇന്നിവിടെ വിചാരണയില്ല. വഗദൻ ഹിസാബുൻ വലാ അമലുൻ. നാളെ വിചാരണ മാത്രമാണ്, അവിടെ പ്രവർത്തിക്കാൻ അവസരമുണ്ടാകുകയില്ല. അതുകൊണ്ട് പരലോകത്തിന് വേണ്ടി പാതയമൊരുക്കാൻ വിലപ്പെട്ട സമയവും ആയുസ്സും നഷ്ടപ്പെടാതെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണമെന്നാണ് ഇന്നത്തെ ഈ ഖുതുബയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. ഇസ്ലാമിക ചരിത്രത്തിൽ അബ്ബാസികൾ ഭരിച്ചിരുന്ന കാലം, അബ്ബാസിയ കാലഘട്ടം, അന്നത്തെ ഒരു ഭരണാധികാരിയായിരുന്നു, ഖലീഫയായിരുന്നു ഹാറൂൺ റഷീദ്. അദ്ദേഹം മനോഹരമായ ഒരു കൊട്ടാരം നിർമ്മിച്ച് അതിലൊരു വിരുന്നൊരുക്കി ആളുകളെ ക്ഷണിച്ച് അന്നത്തെ കവിയായിരുന്ന അബുൽ അത്താഹിയ എന്ന കവിയെ കൂടി ക്ഷണിച്ചു തൻ്റെ കൊട്ടാരത്തെ ഒന്ന് വർണ്ണിച്ച് പാടാൻ വേണ്ടി. അങ്ങനെ അബുൽ അത്താഹിയ ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരിയുടെ ഖലീഫയുടെ ക്ഷണം സ്വീകരിച്ച് ആ കൊട്ടാരത്തിലെത്തുകയാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുണ്ട്, മനോഹരമായ കൊട്ടാരമാണ്. ആ കൊട്ടാരത്തെ നോക്കി ഹാറൂൺ റഷീദിന് വേണ്ടി അബുൽ അത്താഹിയ എന്ന കവി പാടി, ഇസ്മാ ബദാലക സാലിമൻ ഫീ ളില്ലി ഷാഹിഖത്തിൽ ഖുസൂർ യുസ്ആ ഇലൈക ബിമസ്തഹൈത ലദർ റവാഹി വൽ അവിൽ ബുഖൂർ. അദ്ദേഹം പാടിയത്, താങ്കൾ ഈ കൊട്ടാര പ്രൗഢിയിൽ സുരക്ഷിതനായി ജീവിച്ചു കൊള്ളുക. താങ്കൾ ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നതൊക്കെ പ്രഭാത പ്രദോഷ നേരങ്ങളിൽ താങ്കൾക്ക് ഈ കൊട്ടാരത്തിലേക്ക് ആളുകൾ കൊണ്ടുവന്ന് നൽകും. ശേഷം പറഞ്ഞു, അദ്ദേഹം പിന്നെ പാടിയത്, ഫഇദൻ നുഫൂസു തഖഅഖഅത് ഫീ ളില്ലി ഹശ്റദത്തി സുദൂർ ഫഹുനാക തഅലം മൂഖിനൻ മാ കുൻത ഇല്ലാ ഫീ ഗുറൂർ. താങ്കൾ മനസ്സിലാക്കേണ്ടത്, റൂഹ് തൊണ്ടക്കുഴിയിലെത്തി നെഞ്ചിടുങ്ങി ശ്വാസം മുട്ടുന്ന ഒരു നിമിഷം താങ്കൾക്ക് വരാനുണ്ട്. എത്ര സുഖലോലുപതയിൽ കഴിഞ്ഞാലും അത്തരമൊരു നിമിഷത്തിൽ നിന്ന് താങ്കൾ മുക്തനല്ല. ആ നേരം താങ്കൾക്ക് ബോധ്യമാകും ഈ ഭൗതിക ലോകത്ത് താങ്കൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന്. ഒരു വലിയ പാഠം ഈ കവിതാശകലത്തിലുണ്ട്. അല്ലാഹ് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, മുൻഗാമികളിൽ സുഖലോലുപതയിൽ മാത്രം ജീവിച്ച് അള്ളാനെ മറന്നവരെ കുറിച്ച്. അഫറഅയ്ത ഇം മത്തഅനാഹും സിനീൻ ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون. എത്ര വർഷങ്ങളാണ് ഞാൻ അവർക്ക് ഭൗതിക ലോകത്ത് സുഖലോലുപത നൽകിയത്, പക്ഷേ അവർക്ക് വിധിക്കപ്പെട്ട മരണവും മരണശേഷമുള്ള ജീവിതവും വന്നപ്പോൾ മാ അഗ്ന അൻഹും മാ കാനൂ യുമത്തഊൻ, ആ സുഖലോലുപത കൊണ്ടൊന്നും മരണസമയത്ത് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഒരു സത്യവിശ്വാസി മാനം മുട്ട സമ്പാദിച്ചാലും കൊട്ടാര സമാനമായ ജീവിതം ഭൗതിക ലോകത്ത് അനുഭവിച്ചാലും, അതല്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായി ദുനിയാവിൽ ജീവിച്ച് പരീക്ഷണങ്ങളേറെ സഹിച്ചാലും പരലോക ബോധം അവനുണ്ടാകുമെന്നതാണ് ഈ ചരിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്കുള്ള പാഠം. ഏത് മേഖലയിൽ വർത്തിക്കുന്നവരും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുക, അവൻ്റെ ദീന് മറക്കാതിരിക്കുക, അവൻ്റെ ദീനിലായി ജീവിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ മരണത്തോടെ ആരംഭിക്കുന്ന സ്വർഗീയ അനുഭൂതി അടങ്ങുന്ന ഖബറും ശേഷം വരുന്ന പരലോകവും നമുക്കുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات الأحياء منهم والأموات اللهم اشف مرضانا ومرضى المسلمين اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا بلاء إلا رفعته يا أرحم الراحمين ربنا تقبل منا وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين